ഹലോ ഗൈസ്, ഇന്നും ഞാനെത്തിയിരിക്കുന്നു. ഞാനെൻ്റെ വൈറ്റ് ഡ്രസ്സാണ് ഇട്ടത്. അപ്പോൾ നിങ്ങൾ വിചാരിക്കും ഞങ്ങൾക്ക് എന്താ കണ്ണ് കാണുന്നില്ലേ? ഓഫ് കോഴ്സ് നിങ്ങൾക്ക് കണ്ണ് കാണുന്നത് എനിക്കറിയാം. പക്ഷെ ഞാൻ പറയാനുള്ള കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, പണ്ട് വൈറ്റ് ഡ്രസ്സ് ഞാൻ ഇടുന്ന സമയത്ത് വൈറ്റ് ഡ്രസ്സ് അധികം ആൾക്കാർ കുറച്ചുകൂടി ഒരു ഡസ്കി ആയിട്ടുള്ള കുറച്ചുകൂടി എന്താ പറയുക, വലിയ ഇംഗ്ലീഷൊക്കെ പറയുന്നത് വിചാരിക്കും. അത്യാവശ്യം ഒരു ബ്രൗൺ സ്കിന്നുള്ള ആൾക്കാർ ഇടുമ്പോൾ ആൻഡ് ബ്ലാക്ക് സ്കിന്നുള്ള ആൾക്കാർ ഇടുമ്പോഴും എസ്പെഷ്യലി ഗേൾസ് ഇടുമ്പോൾ കുറച്ച് ആൾക്കാർ പറയും, നിന്റെ പല്ല് മാത്രമാണല്ലോ കാണുന്നത്. ഇങ്ങനെയുള്ള ഓരോ കാര്യങ്ങൾ കൊമൻസ് കേട്ട് വളർന്നതാണ് ഞാൻ. അതിപ്പം കുടുംബത്തിൽ നിന്നായാലും സ്കൂളിൽ പഠിക്കുമ്പോഴായാലും ഒക്കെ. ഇപ്പം ഞാൻ ഹയർ സെക്കൻഡറി ഹൈസ്കൂളിൽ പഠിക്കുന്ന ടൈമിൽ ഞങ്ങൾക്ക് ദേശഭക്തിയാനുണ്ടാവും. അപ്പോൾ ദേശഭക്തിയാനിന് എപ്പോഴും നമ്മൾ വൈറ്റാണ് ഇടുക, വൈറ്റ് ചുരിദാർ. അപ്പോൾ എനിക്ക് ഭയങ്കര വിഷമമാണ്. അതായത് ഈ വൈറ്റ് ചുരിദാറിട്ട് രാവിലെ തന്നെ സ്കൂളിൽ പോകണം. സ്കൂളിൽ പോയിട്ട് നമ്മൾ ഒന്നിച്ചാണല്ലോ അവിടെ നിന്ന് എല്ലാവരും കൂടി പോവുക. അപ്പം ഈ എസ്പെഷ്യലി ചെക്കന്മാരുടെ, ഗേൾസും പറയാറുണ്ട്, എൻ്റെ കുറച്ച് കൂടുതലുള്ള ഫ്രണ്ട്സ്. പക്ഷെ എന്ത് പറഞ്ഞാലും ബോയ്സ് പറയായിരുന്നു, ഐ മീൻ കറുത്തിട്ട് പല്ല് മാത്രമേ കാണുന്നുള്ളൂ ഈ വൈറ്റ് ഡ്രസ്സിൽ, അങ്ങനെയായിരിക്കും. സോ അത് ഭയങ്കര അൺസൈക്കബിളായിരുന്നു. അപ്പോൾ ആക്ച്വലി ഞാൻ ഈ വൈറ്റ് ഡ്രസ്സ് ഇങ്ങനെ ഇടുന്ന സമയത്ത് എനിക്ക് അതാണ് ഓർമ്മ. എപ്പോഴും ഇടുമ്പോൾ ഞാനതിങ്ങനെ ആലോചിക്കും. സംടൈംസ് നമുക്ക് ഹിറ്റ് ചെയ്യുമല്ലോ. അതുകൊണ്ട് തന്നെ എനിക്ക് പണ്ട് ഈ എന്താ പറയുക, ഈ ഒരു കൈൻഡ് ഓഫ് വൈറ്റ് കളർ ഡ്രസ്സസ് ഞാൻ ഉപയോഗിക്കുകയില്ല. എസ്പെഷ്യലി ലൈറ്റ് കളർ ഡ്രസ്സിന് ഇടയില്ല. പക്ഷെ ഇപ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനത്തെ ഒരു വിഷയമില്ല. ഇപ്പോൾ പണ്ടത്തെ പോലെയല്ല. നമുക്ക് കുറച്ച് കോൺഫിഡൻസ് വന്നു. ആൻഡ് കോൺഫിഡൻസിൻ്റെ ആവശ്യമൊന്നുമില്ല വൈറ്റ് ഡ്രസ്സ് ഇടാൻ. പക്ഷെ എന്നിരുന്നാലും ആൾക്കാരെ ഫേസ് ചെയ്യാൻ ആൾക്കാരൊന്നും പറയുമ്പോൾ നമുക്ക് തിരിച്ച് പറയാൻ പറ്റും. ആൾക്കാർ അധികമൊന്നും സംസാരിക്കാൻ ഇപ്പം അങ്ങനെ ശ്രമിക്കില്ല. പക്ഷെ എന്നാലും ബുദ്ധിമുട്ടും ഇല്ലാത്ത ആൾക്കാർ ഇപ്പോഴും പറയുന്ന ആൾക്കാരില്ല. ഓക്കെ, അതാണ് ഏറ്റവും വലിയ കോമഡി. ഇപ്പം ഏതെങ്കിലും ഫംഗ്ഷനൊക്കെ പോകുന്ന സമയത്ത് കറുത്തിട്ടാണെങ്കിലും മുളക്കണം നല്ല രസമാണ്. അതെന്തിനാണ് കറുത്തിട്ടാണെങ്കിലും എന്നുള്ളത് ഇനിയും മനസ്സിലായിട്ടില്ല. എന്നിട്ട് നമ്മളിപ്പോൾ വല്ല ഫാമിലി ഫംഗ്ഷൻ ആ മറ്റോ പോയിട്ടുണ്ടെങ്കിൽ നമുക്കിപ്പോൾ നമ്മുടെ സിബ്ലിംഗ്, ഇപ്പം എൻ്റെ ഏച്ചി അപ്പോൾ ഏച്ചിനെ കണ്ട് പറയും, ചേച്ചിനെ കാണാൻ അമ്മേനെ പോലെ തന്നെ ഉണ്ട്, മൂത്ത മുള കാണാൻ അമ്മേനെ പോലെ തന്നെ ഉണ്ട്, ആൻഡ് രണ്ടാമത്തെ മുള കാണാനെങ്കിൽ അച്ഛനെ പോലെ തന്നെ ഉണ്ട്. എൻ്റെ അച്ഛനും കുറച്ച് ഡസ്കിയാ. സോ അങ്ങനെ പറയും. എന്തിനാണ് അങ്ങനെ പറയണേ? രസമുണ്ടെങ്കിൽ രസമുണ്ട്, അല്ലെങ്കിൽ ഒന്നും പറയണ്ട, മിണ്ടാതിരുന്നാ പോരെ. കറുത്തിട്ടാണെങ്കിൽ രസമുണ്ട്, ബ്ലാക്ക് ബ്യൂട്ടി. എന്നിട്ട് നമുക്ക് വിഷമമൊന്നും ഉണ്ടാവില്ല നമ്മളെ കളറില്. പക്ഷെ ഈ ചില ആൾക്കാർ നമ്മൾ പറയും, മോള് കറുത്തിട്ടാണെങ്കിലും മോള് വിഷമിക്കൊന്നും വേണ്ട, അതായത് കറുത്ത ബ്ലാക്ക് ബ്യൂട്ടി എന്ന് പറഞ്ഞാൽ ഭയങ്കര സംഭവം. അതിന് എനിക്കെന്താ, എനിക്കൊരു കുഴപ്പമില്ലല്ലോ, ഇവിടെ നിങ്ങൾക്ക് എന്തിനാണ് പ്രശ്നം? ആക്ച്വലി ഇതാണ് നമ്മുടെ മലയാളികളുടെ പ്രശ്നം. അതായത് മറ്റുള്ളവരെ കുത്തുക, അവരെ വേദനിപ്പിക്കുക, ഇതൊക്കെയാണ് ചിലവർക്ക് ഭയങ്കര ഇഷ്ടം. ഇതൊക്കെ അല്ല, പക്ഷെ ഇതിനെക്കാട്ടിലും വലിയ ആൾക്കാരുണ്ട്. ഇപ്പോ നമ്മളേതെങ്കിലും ഡ്രസ്സ് ഇടുക, ലൈറ്റ് കളർ ഡ്രസ്സ്, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇടുന്ന സമയത്ത് പറയും, അയ്യോ മോളെ എനിക്കിത് ചേരുന്നേ ഇല്ല, നീ കുറച്ച് ഡാർക്ക് കളർ ഡ്രസ്സ് ഉണ്ടാവാം. ആൻഡ് ഇപ്പൊ ഇവൻ നമ്മൾ മുടി കെട്ടാന്നിരിക്കും മുകളിലോട്ട് പോളി ടൈലാക്കിയിട്ട്. അപ്പൊ പറയും എനിക്കിത് ചേരുന്നില്ല, നിനക്കാണ് ആമ്പിള്ളേരെ പോലെ ഉണ്ട്, അല്ലെങ്കിൽ ആണുങ്ങളെ പോലെ ഉണ്ട്. വൈ ബ്രോ, വൈ?